എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ ഒരു പഴംപൊരിയാണ്. അതും നാട്ടിൽ നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു സ്പെഷ്യൽ സംഭവമാണ്. അത് നമ്മൾ ഈ മഴയത്തൊക്കെ ചായക്കടയിൽ പോയിരുന്നിട്ട് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയോ പഴംപൊരിയോ കൊണ്ട് കഴിക്കണത് എൻ്റെ പൊന്നെ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തൊരു സുഖം അത്. ഇപ്പം നമ്മൾ ആ ഒരു ഫീലിംഗ് നാട്ടിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് തന്നെ കടയിൽ പോയി കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ പഴംപൊരിയോടെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ബാറ്റർ ചെയ്യാൻ പോകണം. ബാറ്ററിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കണത് 1/4 കിലോ മൈദയാണ്. സോ നമ്മുടെ 1/4 കിലോ മൈദ ഞാൻ നമ്മുടെ മിക്സിംഗ് ബൗളിലേക്ക് ഇടണേ. ഇനി ഈ മൈദയിലേക്ക് നമ്മൾ അടുത്ത് ഇടാൻ പോണത് ഉപ്പാണ്. നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണ്ടത്. ഞാനിപ്പോൾ നിയർലി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇടാം. ബാറ്റർ ഒന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പോണത് ജീരകമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പലരും പല സാധനങ്ങൾ ആഡ് ചെയ്യണത്. ചിലർ ജീരകം ആഡ് ചെയ്യാറുണ്ട്. കടയിൽ തന്നെ നമ്മൾ തട്ടടയൊക്കെ പോയി പഴംപൊരിയൊക്കെ കഴിക്കുമ്പോൾ ജീരകം ആഡ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ അവിടെ മറ്റേ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ അത് കൂടുതൽ ഇഷ്ടപ്പെട്ട ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. ഞാൻ അതുകൊണ്ട് ജീരകമാണ് ആഡ് ചെയ്യണത്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഞാൻ ഇതിനാണ്. പിന്നെ ഇതിൻ്റെ കളറ്, പഴംപൊരിക്ക് നമ്മൾ കടയിൽ പോയി കഴിക്കുമ്പോൾ കാണാം നമുക്കൊരു മഞ്ഞ കളറായിരിക്കും എപ്പോഴും. ആ കളറ് കടകളിൽ ചിലവർ യൂസ് ചെയ്യുന്നത് കളറായിരിക്കും, യെല്ലോ കളർ ഫുഡ് കളർ ഉണ്ടാവും. പക്ഷെ നമുക്ക് നാച്ചുറലായിട്ട് മഞ്ഞപ്പൊടി ഉള്ളപ്പോഴത്തേക്ക്, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനം ഉള്ളപ്പോഴത്തേക്കും നമ്മൾ കളർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. കളറ് മാത്രമല്ല, ഇതിൻ്റെ പുറമെ കുറേ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ അത് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് കൊടുക്കാം. അടുത്തത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വറുക്കാൻ പോകും അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യണോ അല്ലെങ്കിൽ വറുക്കുക അങ്ങനത്തെ എന്തെങ്കിലും സാധനത്തിൽ മധുരം എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥയിലാണ് ആഡ് ചെയ്യാനായിട്ട്. ഓവറായിട്ട് മധുരം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കാരമലൈസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ വറുക്കണ സമയത്ത് ആ വറുക്കണ സാധനം വേഗാണ്ട് പെട്ടെന്ന് കളർ മാറും. അതായത് പെട്ടെന്ന് കറുത്ത് വരും. അപ്പോൾ എപ്പോഴും നോക്കുക, ടേസ്റ്റ് എപ്പോഴും ന്യൂട്രലായിട്ടാണ് ഇടാനായിട്ട്. ഓവറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ പെട്ടെന്ന് ഡാർക്കാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 3 ടേബിൾ സ്പൂണോളം മതിയാവും തോന്നുന്നത്. മധുരം നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇടാം. ഇതിപ്പോൾ ഞാൻ 1/4 കിലോ ആണ് എടുത്ത് വെച്ചേക്കണത്. 1/4 കിലോ മൈദയാണ് എടുത്ത് വെച്ചേക്കണത്. 1/4 കിലോ മൈദയിലേക്ക് ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു 300 ml വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല എത്ര വേണ്ടി വരും എന്നുള്ളത്. നമുക്ക് എന്തായാലും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയില്ലാത്ത രീതിയിലാണ് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ലാണ്ട് ഞാൻ ഹോട്ടൽസിൽ വേറെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അപ്പത്തിൻ്റെ ഒക്കെ പുളിച്ച ബാറ്റർ ഉണ്ടല്ലോ, അതായത് അധികം പുളിച്ചതല്ല, അപ്പത്തിൻ്റെയും ദോശയുടെയും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. ബാറ്റർ കുറച്ചില്ലാതെ ഒഴിക്കും, ചെറിയൊരു പുളിപ്പും ആ ഒരു ചെറിയ ഫെർമെൻറ്റേഷൻ ഈക്വൽ ചെയ്ത് കിട്ടാനായിട്ട്. അതും ഓരോരോ ടിപ്സാണ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്കിതിപ്പോൾ വീട്ടിലുണ്ടാക്കാനല്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്രയ്ക്കും കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രീതിയാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ ഫ്രണ്ട്സ് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും വീട്ടിൽ സ്നാക്കായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്, എളുപ്പമാണ്. എനിക്കിതാണ് ഇഷ്ടം ഫോളോ ചെയ്യാനായിട്ട്. വെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക്. മിക്സ് ചെയ്യാം ലംസ് ഒന്നും ഇല്ലാണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ലാണ് ഞാനൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്യാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. കാര്യം വേറെ ഒന്നുമല്ല, പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്കും പഴംപൊരി ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഈ പഴംപൊരിയുടെ ഒക്കെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇപ്പം എനിക്ക് പഴംപൊരി ഭയങ്കര ക്രിസ്പി ആണെങ്കിൽ ഇഷ്ടമല്ല. എനിക്ക് കുറച്ചൊന്ന് എന്താ പറയുക, നമ്മൾ കടയിലൊക്കെ ഒന്ന് കുറച്ച് വറുത്ത് ഉണ്ടാക്കിയിട്ട് കുറച്ച് മണിക്കൂർ നിന്ന് സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കില്ലേ, ആ സമയത്ത് ഇരിക്കണം ആ ഒരു ടെക്സ്ചറിൽ എനിക്ക് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇപ്പം ഞാൻ അരിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഇടാം, ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീരകം അല്ലെങ്കിൽ ഏലക്കയുടെ പൊടിയല്ല, വേണമെങ്കിൽ രണ്ടും കൂടി ഇടാം. ഇതൊക്കെ ഓരോ ആൾക്കാരുടെ കഴിക്കുന്ന ആൾക്കാരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാൻ നിങ്ങൾക്കിങ്ങനെ ഓരോ എന്താ പറയുക, എന്തൊക്കെ ഫ്ലേവറിൻ്റെ അകത്ത് കൊണ്ടുവരാം അല്ലെങ്കിൽ ഏതൊക്കെ ഫ്ലേവറൊക്കെ നല്ല രീതിക്ക് പോകണം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്.
നമ്മൾ അടുത്ത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ 4 പഴം ഉണ്ടായിരുന്നു, ഏത്തപ്പഴം ഉണ്ടായിരുന്നത് ഞാൻ കട്ട് ചെയ്ത് 4 പഴം നാലാക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് പഴം വറക്കാം. സോ ഫ്രണ്ട്സ്, ഞാനിവിടെ പഴം കട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് പഴം വറക്കാം. പഴം വറക്കാനായിട്ട് ആദ്യം തന്നെ എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒരു മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റോളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ പഴം ഇടാൻ പാടുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, എണ്ണ ചൂടാകൊണ്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. എണ്ണ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനം വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഭയങ്കര കുറേ ഓയിലി ആയിരിക്കും. അതായത് നോർമലി കാണുന്നതിനേക്കാളും കൂടുതൽ ഓയിൽ അതിനകത്ത് അബ്സോർവ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഓയിൽ കാരണം ഇങ്ങനെ കുതിർന്നിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മൾ കാണുന്നത്. ആ ഒരു സ്റ്റേറ്റിനാണ് എണ്ണ കുടിക്കുക എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ എണ്ണ നല്ല രീതിക്ക് ചൂടായിട്ട് വറുക്കണത്. ഇപ്പം ഞാനൊരു മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അധികം ടെമ്പറേച്ചറിൽ വറുക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ഉള്ളിലേക്ക് ചെല്ലുകയും വേണം, അതുമല്ലാണ്ട് നമുക്ക് പുറമെ കളറും വേണം. അപ്പം അതിനൊരു മീഡിയം ഹീറ്റിലാണ് നല്ലത് എപ്പോഴും. നമുക്ക് പഴം വറക്കാം. പഴം വറക്കാനായിട്ട് ഞാനിപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററിലേക്ക് പഴം ഇടുക. പഴം ഇട്ട് കഴിഞ്ഞിട്ട് പഴം എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിക്ക് കോട്ടിങ് കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടണം. അതായത് ഏകദേശം ഇതേപോലെ കിട്ടണം. ഇതേപോലെ അല്ല കിട്ടണമെന്നെങ്കിൽ നിങ്ങളുടെ ബാറ്ററിൽ വെള്ളം കൂടുതലാണ്. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ പീസ് ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. അതിന് കൈയൊന്നും പൊള്ളിക്കരുത്. ഡീപ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും പിള്ളേരൊക്കെയാണ് ചെയ്യണമെങ്കിൽ പാരൻസിൻ്റെ ഗൈഡൻസിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ആരും കൈയൊന്നും പൊള്ളിക്കാൻ പാടില്ല. അധികം തിക്കായിട്ട് ഇടരുത്, അതായത് കുറേ ബാച്ചായിട്ടൊന്നും ഇടരുത്. ചെയ്യുമ്പോൾ ഒരു 3 മാക്സിമം. എൻ്റെ പാത്രം അത്യാവശ്യം വലുതാണ്, എണ്ണ അത്യാവശ്യം ചൂടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അത് വേണമെങ്കിൽ ഒരു 6 ഒക്കെ ചെയ്യാം. നമ്മൾ അധികം കുറേ തിക്കിയൊക്കെ ഇടുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ ഡിവൈഡ് ചെയ്ത് പോകും. നമുക്ക് ആവശ്യത്തിനുള്ള ചൂട് കിട്ടില്ല പഴത്തിന്. അപ്പം അധികം തിക്കാണ്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. നമ്മളിങ്ങനെ വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ തിരിച്ചിടാൻ പാടില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കാനുള്ളൊരു ചാൻസ് ആണ് മെയിൻലി. നമ്മൾ ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ക്രിസ്പി അല്ലെങ്കിൽ ഒന്ന് കളറായിട്ട് തിരിച്ചിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇട്ടിട്ട് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് അപ്പുറത്തെ ഭാഗം ഒന്ന് കളറാകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. എപ്പോഴും മീഡിയം ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുക, അതാണ് സേഫ്. നമുക്ക് ഇങ്ങനെ ഡീപ് ഫ്രൈ ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എണ്ണ അധികം ചൂടായിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്, എണ്ണക്ക് ചൂട് കുറഞ്ഞാലും പ്രശ്നമാണ്. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എണ്ണയിലേക്ക് പഴം ഇട്ടിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യണോണ്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നാലും കളറ് അല്ല അടിപൊളി കളറാണ് ഉള്ളത്. ഇതിപ്പോൾ ഞാൻ ഇപ്പോഴാണ് തിരിച്ചിടുന്നത്. നമുക്ക് ആ ഒരു ചെറിയൊരു ഗോൾഡൻ ബോൾ ലൈൻ കണ്ടില്ലേ, നല്ലൊരു കളറാണത്. നമുക്കിതെല്ലാം തിരിച്ചിട്ടെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം കട്ട് ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ പഴവും ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പഴത്തിൻ്റെയും വലിപ്പം വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ കുക്കിംഗ് വേറെ ആയിരിക്കും. അത് പഴത്തിന് മാത്രമല്ല, എല്ലാ സാധനത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ. ഇപ്പോൾ ഇറച്ചിയാണെങ്കിൽ പോലും എല്ലാത്തിനും ഒരേ സൈസാണെങ്കിൽ ഒരേ വേവായിരിക്കും. അത് അല്ലെങ്കിൽ ഓരോന്നും ഇപ്പോൾ ഇറച്ചിയൊക്കെ ആണെങ്കിൽ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് വലിയ പീസാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും വേഗമാണ്. ചെറിയ കഷ്ണം പെട്ടെന്ന് വേഗം ചെയ്യും. അപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ചെറിയ കഷ്ണം ഉടഞ്ഞ് കറിയിൽ അലിപ്പിങ്ങനെ വരും. വലിയ കഷ്ണം ആ സമയത്തായിരിക്കും ചിലപ്പോൾ വേഗം. അപ്പോൾ ആ കറികളെ മൊത്തം കറീനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ എന്നാലും കൂടുതൽ ശ്രദ്ധിക്കുക. നമുക്ക് ഇതൊരു ഏകദേശം ഇതിപ്പോൾ ഇനി 4 മിനിറ്റോളം വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു 2-2.5-3 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു പാകത്തിൻ്റെ പഴംപൊരി കിട്ടും. നമ്മൾ പഴംപൊരി റെഡിയാവും ഇപ്പം തന്നെ. ഇതിപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ നോക്കാം ആയിട്ടുണ്ടാകുന്നു. അപ്പം നമുക്ക് പഴംപൊരി കാണാം.
നമുക്കിത് നോക്കാം ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്കിപ്പോൾ പഴംപൊരിയുടെ കാണാം കളറ് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും നല്ലൊരു കളർ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം.